ഓണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഡെയിലി ബിരിയാണി ഉണ്ടാക്കൂട്ടാ. എന്താണെന്ന് വെച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ എനിക്ക് സമയവും കിട്ടൂല, പിന്നെ എനിക്ക് മടിയുമായിരുന്നു ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഇത് പോകാമെന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. ഇപ്പം ആണെങ്കിൽ ഓരോരുത്തർ അറിഞ്ഞും പിടിച്ചും മഞ്ഞുണ്ട്. എന്താണെന്നറിയാമോ, ഞാനൊരു ഫ്ലെക്സ് വെച്ച് ബിരിയാണി ഊണൊക്കെ റെഡി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കുമല്ലോ. അപ്പം എന്നോട് കിട്ടിയാൽ പറയും, കുറേശ്ശെ ആണെങ്കിൽ നീ ഉണ്ടാക്കിക്കോട്ടാ, നിർത്താൻ നിൽക്കേണ്ട എന്ന് പറയും. അങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കുകയെ. ബിരിയാണിക്ക് മസാല ഇല്ലേ, കോഴി പൊരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കണം. പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടില്ല. പിന്നെ എൻ്റെ കിട്ടിയതിൻ്റെ ആ ഒരു വാക്ക്, നിർത്തരുതട്ടാടി നിർത്തരുതട്ടാടി. എന്നാൽ പിന്നെ ഇന്ന് കോഴി പൊരിക്കാണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അതാ കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴി എത്ര എണ്ണമെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കോഴിയാണ് എടുത്തേക്കണം. 32 പീസ് ഉണ്ട് കേട്ടോ 2 കോഴിക്ക്. 16 പീസാണ് ഒരു കോഴിക്ക്. പിന്നെ ഉപ്പും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണ്ടേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ മസാല ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട്, നന്നായിട്ട് ഫ്രൈ ചെയ്യില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടാണ് മസാല ആക്കണം. ഇപ്പം നമുക്ക് സമയമില്ലല്ലോ, സമയമില്ലെങ്കിലും ബിരിയാണി ഉണ്ടാക്കണമല്ല എന്നൊരു വാശിയിൽ പുറത്താണ് ഉണ്ടാക്കണേ കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഒന്നോർത്താൽ വറുക്കാതെ ബിരിയാണി ഉണ്ടാക്കണ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ വെക്കണമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതേ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കണ്ട. സവാളിൻ്റെ അളവൊന്നും എന്നോട് ചോദിക്കലുണ്ട്, കാരണം ചേച്ചി മീൻ വറുത്തന്നെ മുകളിലിടാനായിട്ട് സവാള അരിയണം. അതിനും പിന്നെ നമ്മുടെ ഈ ചിക്കൻ മസാലക്കും കൂടി. അപ്പോൾ ഞാൻ കുറച്ചത് തന്നെ വാരിയെടുത്ത്. ചേച്ചിക്കാണെങ്കിൽ അതിൻ്റെ അളവ് അറിയില്ല, എനിക്കും അറിയില്ല. കാരണം നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കണേന്നുള്ള വാരിയെടുത്ത് നിങ്ങളോട് ഞാൻ ഇല്ലാത്ത കണക്കൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റ് കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊരിച്ച കോഴിയുടെ ബിരിയാണിയുടെ റെസിപ്പി നമ്മുടെ കടയിൽ ഉണ്ടാക്കി തന്നെ ഉണ്ടാ, അതിന് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് അതിലെല്ലാ അളവുകളും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവളെന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേ മിക്സിയിൽ ജാറിലേക്ക് ഇടണമെന്ന് ആരും വിചാരിക്കേണ്ട, നമ്മുടെ തുള്ളത് കൊണ്ടിട്ടാണ്. അപ്പം ഇല്ലാത്ത ആൾക്കാരില്ലേ, എന്താണ് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലിട്ടിട്ട് പച്ചമുളകും പിന്നെ എന്താണ് പുതിനയില മല്ലിയില ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിത് പിറ്റേ ദിവസത്തേക്ക് ഞാൻ വെക്കാറില്ല. ഈ സ്പൂണൊക്കെ ഇട്ട് അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുക്കണേണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നന്നേക്കുള്ളതാണ് അരച്ച് വെക്കണം. അപ്പോൾ എന്തായാലും അത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഈ നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി നോക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിത് അരച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും പുതിന എല്ലാം കൂടി അരച്ചെടുത്തില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് വഴറ്റിയെടുക്കും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ മസാല ആക്കും. മസാല ആക്കിയ ശേഷം നെയ്ച്ചോറ് സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് ദമ്മിടലാണ്ട് ചെയ്യണത്. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കടയിൽ ഉണ്ടാക്കിയത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് എന്തായാലും ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം നോക്കണ്ട കേട്ടോ. നമ്മുടെ കടയിൽ പാല് ബാക്കി വരുമ്പോൾ ഞാൻ എന്തായിരുന്നു ഉറയിച്ച് വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പുളിശ്ശേരിക്കും പച്ചമോരിനൊക്കെ എടുക്കും. അപ്പോൾ തൈരിട്ട് പിന്നെ എന്താണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേ ചിക്കൻ മസാല മാത്രം ഇപ്പം ചേർക്കണുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിലൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണല്ലോ. അതുകൊണ്ടിട്ട് വേറെ ഇനി മസാലയൊന്നും ചേർക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കണേ ഇവിടെ ചേച്ചിയും പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ ചീത്ത പറയണ കാരണം എന്ന് വെച്ചാലല്ലേ, ഞാൻ ഈ ട്രൈപോഡായിട്ട് അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങും. ഇവർക്കാണെങ്കിൽ അടുക്കളയിൽ നീങ്ങും. ഒന്നാമത്തെ ചെറിയ അടുക്കളയാണ്, അതിൻ്റെ ഇടയിലാണ് ഈ കിടന്നുകൊണ്ട് വീഡിയോ എടുക്കലും കാര്യങ്ങളും നടക്കണം. അപ്പം എന്നോട് പറയണേ, ഇനി ഉച്ചകൊണ്ടിൻ്റെ സമയമാകുമ്പോൾ തുടങ്ങും പെടപ്പ് തുടങ്ങും, ഇനി വേഗം ഈ സാധനം കൊണ്ട് പോയിക്കോട്ടാന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞേ, ചേച്ചി ഇതെൻ്റെ ജോലിയല്ലേ ചേച്ചി, ഇത് ഞാനൊരു എന്താണ് എൻ്റെ ജോലിയായിട്ടാണ് കണ്ടേക്കണത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചേച്ചി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യട്ടാന്നൊക്കെ പറയും. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകളിലൊക്കെ ബിരിയാണി മസാല ഉണ്ടാക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ്. പക്ഷേ നമുക്ക് നേരില്ലാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെയും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് എല്ലാവരും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ബിരിയാണി ഫ്രൈ ചെയ്തുണ്ടാക്കണേന് നല്ലത് പച്ചയോളം ഉണ്ടാക്കണേന്ന്. എന്താണെന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ചോറിലൊക്കെ പിടിക്കില്ല, ദമ്മിടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ടിട്ടാണ് എനിക്ക് തോന്നിയിരിക്കണം കേട്ടോ. മൂടിയൊക്കെ തുറന്നപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അതേ വെന്തിട്ടുണ്ട്, ചാറൊക്കെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നോക്കുമ്പോഴേ ഇനി വേറെ പാത്രത്തിൽ കോരി നിങ്ങളെ കാണിച്ചൊന്നും തന്നില്ല കേട്ടോ. അതാ ഇതേപോലെ ഇരിക്കും നമ്മുടെ ഗ്രേവി. പിന്നെ ഇത്രയും ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണ കാരണം ഇത്രയും ചാറ് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇറക്കി വെക്കുമ്പോൾ ഇല്ലേ
ആ ഉരുളിയുടെ ചൂട് കൊണ്ടിട്ട് തന്നെ ചാറൊക്കെ പറ്റി നല്ല തിക്ക് ഗ്രേവി പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ വീഡിയോ നിർത്തുന്നതിൻ്റെ കൂടെ വെച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിട്ട് കൂട്ടുകാരെ. ഒരുപാട് കൂട്ടുകാർ എന്നോട് ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുമോ ചേച്ചി എന്നും പറഞ്ഞിട്ടും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓരോ സമയം കിട്ടണ പോലെ ഞാൻ ചെയ്ത് തരാമെന്നല്ല, ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.